ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു gkctutorials. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള PUCയുടെ 10th ലെവൽ പ്രിലിംസ് എക്സാമിന്റെ സയൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങൾ ഏതാണ്? ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ സൂര്യന്റെ ഉപരിതലത്തിൽ ശരാശരി 5500 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഉള്ളത്. ഒരു മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയുടെ പേര് എന്താണ്? ഒരു മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിൽ എത്താൻ എത്ര സമയം അത്യാവശ്യമാണ്? സൂര്യനിൽ നിന്ന് പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര സമയമാണ് ആവശ്യമായിട്ടുള്ളത്? 8.2 മിനിറ്റ്. പ്രകാശവർഷം എന്നത് എന്തിന്റെ ഏകകമാണ്? പ്രകാശവർഷം എന്നത് എന്തിന്റെ ഏകകമാണ്? ദൂരം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? സൗരയൂഥം പിന്നിട്ട ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആൾ ആരാണ്? ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആരാണ്? നീൽ ആംസ്ട്രോങ്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആൽഫ സെന്റോറിയാണ്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആൽഫ സെന്റോറി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ? അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്? ശനി. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹമാണ് പ്ലൂട്ടോ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? അപ്പോൾ ചൊവ്വയാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലയളവ് എത്രയാണ്? ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലയളവ് 27.25 ദിവസമാണ്. സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന്റെ പേര് എന്താണ്? സൂര്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. പവറിന്റെ യൂണിറ്റ് എന്താണ്? അപ്പോൾ പവറിന്റെ യൂണിറ്റ് ആണ് ജൂൾ പെർ സെക്കൻഡ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേര് എന്താണ്? അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് ഡാഷ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണികയുടെ പേര് എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട്. ഇത് ഏത് അവസ്ഥയാണ്?
നിശ്ചിത ആകൃതിയുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, ഭാരമുണ്ട് എങ്കിൽ ഇത് ഏത് അവസ്ഥയാണ്? ഖരം, അതായത് ഖരാവസ്ഥയാണ്. ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരവസ്തുക്കളിൽ താപം പ്രസരിക്കുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ചാലനം. അതായത് ഖരവസ്തുക്കളിൽ നടക്കുന്ന താപ കൈമാറ്റത്തെയാണ് ചാലനം എന്ന് പറയുന്നത്. പദാർത്ഥത്തിന്റെ സാധാരണ 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഒരു പദാർത്ഥത്തിന്റെ സാധാരണയുള്ള 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം. കൂടാതെ 3 അവസ്ഥകൾ കൂടിയുണ്ട്. അതാണ് പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ സാധാരണയുള്ള 3 അവസ്ഥകളാണ് ഖരം, ദ്രാവകം, വാതകം എന്നുള്ളത്. ഇത് കൂടാതെ പ്ലാസ്മ എന്നൊരവസ്ഥയുണ്ട്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നീ അവസ്ഥകൾ കൂടിയുണ്ട്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ അവസ്ഥയാണ്. അപ്പോൾ വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്നത്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. അപ്പോൾ ഇടിമിന്നൽ എന്നത് ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ്? പ്ലാസ്മ. ഇടിമിന്നൽ എന്നത് ദ്രവ്യത്തിന്റെ പ്ലാസ്മ അവസ്ഥയാണ്. വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? വാതകങ്ങൾ തണുത്ത് ദ്രാവകമാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സാന്ദ്രീകരണം. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥം ഏതാണ്? ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥമാണ് ജലം. ശുദ്ധജലത്തിന്റെ pH എന്നത് 7 ആണ്. ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? 7. അപ്പോൾ 7-ൽ താഴെ pH വന്നാൽ അത് ആസിഡ് ആണ്. അതായത് 1 to 6, 1 മുതൽ 6 വരെയുള്ള pH വന്നാൽ അത് അസിഡിക്കാണ്. 7-ന് മുകളിൽ pH വന്നാൽ അത് ആൽക്കലിയാണ്. ഇങ്ങനെയാണ് ആസിഡിനെയും ആൽക്കലിയെയും വേർതിരിക്കുന്നത്. അപ്പോൾ ശുദ്ധജലത്തിന്റെ pH എന്നത് 7 ആണ്. 7-ന് താഴെ pH വന്നാൽ അത് അസിഡിക്കാണ്. 7-ന് മുകളിൽ pH വന്നാൽ അത് ആൽക്കലിയാണ്. ഇനി ജലത്തിന്റെ തിളനില എത്രയാണ്? ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പോൾ വ്യത്യാസമുണ്ട്. ജലത്തിന്റെ സാധാരണ താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രിയാണ്. ഇനി ജലത്തിന്റെ ഖരാങ്കം എത്രയാണെന്ന് നോക്കാം. ജലത്തിന്റെ ഖരാങ്കം 0 ആണ്. ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത കൈവരുന്ന താപനില എത്രയാണ്? ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രത കൈവരുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ജലമാണ്. അപ്പോൾ ജലം എന്നത് ഒരു ന്യൂട്രൽ സോൾവെന്റ് കൂടിയാണ്. ന്യൂട്രൽ സോൾവെന്റ് ആണ് ജലം. സോപ്പ് പതയാത്ത ജലം ഏതാണ്? സോപ്പ് പതയാത്ത ജലം ഏതാണ്? കഠിന ജലം. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം ഡാഷ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയും. ഐസ് ഉരുകുന്ന താപനില എത്രയാണ്? ഐസ് ഉരുകുന്ന താപനിലയാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഖരപദാർത്ഥങ്ങൾ ചൂടാകുമ്പോൾ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് ജൂൾ. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഒരു ഡാമിൽ കെട്ടി നിർത്തിയിട്ടിരിക്കുന്ന ജലത്തിന്റെ ഊർജം എന്ത് തരം ഊർജമാണ്? ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ഊർജം എന്ത് തരം ഊർജമാണ്? സ്ഥിതികോർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിനെ പറയുന്ന പേര് എന്താണ്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന്റെ പേരാണ് ചലനം. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെ പറയുന്ന പേര് എന്താണ്? തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ്
സമചലനം. അപ്പോൾ ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം സമചലനത്തിന് ഉദാഹരണമാണ്. ദോലന ചലനത്തിന് ഉദാഹരണമാണ് ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം അല്ലെങ്കിൽ ഊഞ്ഞാലിന്റെ ചലനം. അപ്പോൾ ഒരു ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം ഇവയൊക്കെ ദോലന ചലനത്തിന് ഉദാഹരണങ്ങളാണ്. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം സമചലനത്തിന് ഉദാഹരണമാണ്. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയെ പറയുന്ന പേര് എന്താണ്? ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം. ന്യൂട്ടൺ എന്നത് എന്ത് അളക്കാനുള്ള ഏകകമാണ്? ന്യൂട്ടൺ എന്നത് എന്ത് അളക്കാനുള്ള ഏകകമാണ്? ബലം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലും ചോദിക്കാം. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അപ്പോൾ ഒരു ന്യൂട്ടൺ എന്നത് 10⁵ ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ. ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലം ഏതാണ്? ലഘുയന്ത്രങ്ങളിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. ഒരു വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം എന്തെല്ലാം ഊർജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? ഒരു വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം ഏതെല്ലാം ഊർജങ്ങളായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു? പ്രകാശോർജവും താപോർജവുമായിട്ട്. അപ്പോൾ വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. രാസോർജം താപോർജമാക്കുന്ന ഒരു ഉപകരണം ഏതാണ്? രാസോർജം താപോർജമാക്കുന്ന ഒരു ഉപകരണത്തിന് ഉദാഹരണമാണ് ബാറ്ററി. വൈദ്യുതി കടന്നു പോകുമ്പോൾ ലായനിയിലോ ഉരുകിയ പദാർത്ഥത്തിലോ രാസമാറ്റം ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? വൈദ്യുതി കടന്നു പോകുമ്പോൾ ലായനിയിലോ ഉരുകിയ പദാർത്ഥത്തിലോ രാസമാറ്റം ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം. ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കേണ്ടത് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേര് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്നാണ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്. അതുപോലെ തന്നെ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെയാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ്? വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ്. വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റേഴ്സ്. MCBയുടെ പൂർണ്ണരൂപം എന്താണ്? MCBയുടെ പൂർണ്ണരൂപമാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ് MCB. ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? ടെലിഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേര് എന്താണ്? പ്രകാശം പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ പറയുന്ന പേര് എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്നാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനമാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് കാൻഡില. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3×10⁵5 km/s ആണ്. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത 3×10⁵5 km/s ആണ്. പ്രാഥമിക വർണ്ണം അല്ലാത്തത് ഏതാണ്? പ്രാഥമിക വർണ്ണം അല്ലാത്തത് ഏതാണ്? മഞ്ഞ. അപ്പോൾ പ്രാഥമിക വർണ്ണം അല്ലാത്തത് ഏതാണെന്ന് അറിഞ്ഞിരിക്കണമെങ്കിൽ പ്രാഥമിക വർണ്ണം ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ചുവപ്പ്, പച്ച, നീല ഇവയൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. പ്രൈമറി കളേഴ്സ് എന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ ഇവയൊക്കെയാണ്. അതായത് ഇവ മിക്സ് ചെയ്തിട്ടാണ് മറ്റു കളേഴ്സ് ഉണ്ടാക്കുന്നത്. പ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര് എന്താണ്? പ്രകാശം ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേഴ്സൺ. ധവള പ്രകാശത്തിലെ 7 വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ധവള പ്രകാശത്തിലെ 7 വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ഇതാണ് ധവള പ്രകാശത്തിലെ 7 വർണ്ണങ്ങൾ. വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്രയാണ്? വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗത എത്രയാണ്? 340 m/s ആണ്. സാധാരണ ഊഷ്മാവിൽ വായുവിലുള്ള ശബ്ദത്തിന്റെ വേഗം എത്രയാണ്?
സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെ ഉള്ള ശബ്ദത്തിന്റെ വേഗം എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. ഊഷ്മാവ് അളക്കുന്ന ഉപകരണം ഏതാണ്? ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ ഡാഷ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ ഡാഷ് കുറവായിരിക്കും. ഡിജിറ്റൽ കറൻസിക്ക് പറയുന്ന പേര് എന്താണ്? ഡിജിറ്റൽ കറൻസിക്ക് പറയുന്ന പേരാണ് ബിറ്റ് കോയിൻ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.